ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ കൊടിത്തൂവ അഥവാ ചൊറിയണമെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ആ ഇല വെച്ചുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ. ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഇല തോരനാണ് ഇത്. അപ്പോൾ ഇത് ചൊറിച്ചിലായതുകൊണ്ട് ആരും അങ്ങനെ എടുക്കാറില്ല. നമ്മൾ പറമ്പിലൊക്കെ ഇപ്പം മഴ സമയത്ത് കിളിച്ച് വരുമ്പോൾ എല്ലാവരും വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യരുത്. നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ മതി ഈ ചൊറിയണത്തിൻ്റെ ഇല. ഇതാണ് ചൊറിയണം അഥവാ കൊടിത്തൂവ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ചീരയാണ്. ചീരവർഗത്തിൽ പെട്ടതാണിത്. ചൂടുവെള്ളത്തിൽ മുക്കുമ്പോൾ ആ ചൊറിച്ചിൽ അങ്ങ് മാറും. അത് കഴിഞ്ഞ ശേഷം ചൊവ്വിനെ ഒലച്ചെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ അരി ഊറ്റി കഞ്ഞിവെള്ളം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചൂട് കഞ്ഞിവെള്ളം ആടുന്നു. അതിനകത്തോട്ട് തണ്ടിൽ നിന്ന് ഈ ഇല മാത്രം വേർതിരിച്ചെടുത്ത് അതിലിട്ട് ഒന്ന് മുക്കി എടുക്കുകയാണ്. മുക്കിയെടുത്തിട്ട് ചൊവ്വിനെ ഒലച്ച് കഴുകി അരിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഇല കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രക്തം ശുദ്ധീകരണത്തിന് നല്ലതാണ്. അതുപോലെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാനൊക്കെ ഈ ഇലയ്ക്ക് കഴിവുണ്ട്. പ്രമേഹ രോഗ നിയന്ത്രണത്തിന് നല്ലതാണ്. അതുപോലെ സന്ധിവാതം, നീർക്കെട്ട് ഇതെല്ലാം മാറാനൊക്കെ നല്ലതാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി കുറവായതുകൊണ്ട് അരമുറി സവാള കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കാമുറി തേങ്ങ കൂടി തിരുമിയത് ഇട്ട് കൊടുക്കുകയാണ്, ചതച്ചെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ 3 പച്ചമുളകല്ല നമ്മൾ എടുത്തിട്ടുള്ള എരിവിന് വേണ്ടി. കൂടെ തന്നെ ഒരു 3-4 കാന്താരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ഒന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാം. ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഒരു 2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിന് ആവശ്യമായത്. കൂടെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് ഞാൻ മൂപ്പിച്ച് എടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അതൊന്ന് ഒരുവിധം വെള്ളം വലിഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചീര അതുകൂടി ഇട്ട് കൊടുക്കാം. ചൊറിയണത്തിൻ്റെ ഇല അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ചൊവ്വിനെ ഈ അരപ്പുമായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തോരനൊക്കെ കണ്ട തോരനോ ഇലയുണ്ടായിരുന്നു. ഇപ്പം കണ്ടോ അത് വെന്ത് വന്നപ്പം കുറേ അങ്ങ് താന്ന്. ഇനി ഇതൊന്ന് ഇച്ചിരി വെള്ളമുണ്ട്, അതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ച് എടുക്കാം. വളരെ പെട്ടെന്നാവുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു തോരനാണ് കൂട്ടുകാരെ. ഇപ്പം എന്താ വെള്ളമെല്ലാം വറ്റി നല്ല രുചികരമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഇല. ഈ ഇല കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ അറിയേണ്ടവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും എന്തൊക്കെയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. കൂട്ടത്തിൽ ലൈക്ക് അടിക്കുമ്പോൾ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം.